വിജ്ഞാന ദീപത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ശ്രീ സുഹൈൽ പറമ്പിൽക്കുഴി. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട പവർ ഓഫ് പെൻ മഷിവട്ടത്തിൻ്റെ കുഞ്ഞുമക്കളെ, വിജ്ഞാനദീപം ലിറ്റിൽ സ്കോളർഷിപ്പിനുടമയായിട്ടുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വിജ്ഞാനദീപം കൂട്ടായ്മയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഹൃദ്യമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജൂൺ ആദ്യ വാരത്തിൽ ഒരു ദിവസം ഞാൻ വൈകിട്ട് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ നമ്മുടെ സുഭാഷ് ചന്ദ്രൻ സാറ് ഫോണിൽ വിളിച്ചു. രണ്ടാമത്തെ റിങ്ങിന് സാറ് ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, വിജ്ഞാനദീപം കൂട്ടായ്മ എന്നൊരു വായനാ കൂട്ടായ്മ കാഴ്ച പരിമിതർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വായനോത്സവത്തിൻ്റെ ഉദ്ഘാടനം സാർ ഓൺലൈൻ നിർവഹിക്കുന്നു. എന്നോട് സാറ് പറഞ്ഞത്, സാർ ഇപ്പോൾ ചെറിയൊരു പ്രയാസത്തിലാണ്, ആരോഗ്യപരമായ ചെറിയ കാരണങ്ങൾ കൊണ്ട് അന്ന് പങ്കെടുത്ത ഒരു നിർവാഹവുമില്ല. ഏറ്റവും സാധ്യമാകുന്ന അടുത്ത പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുത്തിരിക്കുന്നതാണ്. ഇത്ര വേഗം സാധ്യമാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സാധ്യമാക്കിയ സംഘത്തിനെ പ്രത്യേകമാണ്. പുണ്യം, ഈ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന അതിൻ്റെ കൂട്ടായ്മയുടെ ആളുകളെ സുഭാഷ് ചന്ദ്രൻ സാർ ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഡെഫിനേഷൻ വഴി പരിചയപ്പെടുത്തി. ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടലിൻ്റെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള ഒരു സമ്മാനം ഏറ്റുവാങ്ങുന്ന പവർ ഓഫ് പെന്നിൻ്റെയും വിജ്ഞാനദീപത്തിൻ്റെയും മക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും, പുണ്യത്തിൻ്റെ ഏറ്റവും അധികം പുണ്യപ്രവർത്തികൾ ഏറ്റുവാങ്ങുന്നവരാണ് വിജ്ഞാനദീപത്തിൻ്റെ മുതിർന്നവരും കുട്ടികളുമായിട്ടുള്ള കാഴ്ച പരിമിതരായിട്ടുള്ള എല്ലാവരും. ഞാനിത് പറയാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഇവിടെ നമുക്കറിയാം മഷിവട്ടത്തിൻ്റെയും ലിറ്റിൽ സ്കോളർഷിപ്പിൻ്റെയും ആളുകൾ ഇരിക്കുന്നു. ഇതിലുപരി കേരളത്തിലെ ഒരുപാട് കാഴ്ച പരിമിതരുടെ കുടുംബങ്ങളെ വിജ്ഞാനദീപം വഴി പുണ്യം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളായി നമ്മളിവിടെ ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ മാതൃകയിൽ വായനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് സമ്മാനം നൽകുന്നതും പുണ്യമാണ്. അതോടൊപ്പം വിജ്ഞാനദീപം കൂട്ടായ്മയിൽ പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഇവിടെയുള്ള എല്ലാവരുടെയും അറിവിലേക്ക് കൂടി പറയണം. പുസ്തകങ്ങൾ അപ്ലോഡ് എന്ന് പറയുമ്പോൾ കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ ശ്രവ്യ രൂപത്തിലേക്ക്, അതായത് നമ്മുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണോ ഒരു ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകമോ പത്രമോ ലേഖനമോ അതെന്തുമാവട്ടെ, അതിപ്പം സ്വല്പം ശബ്ദം ഉയർത്തി വായിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അതൊരു പുസ്തകമായി. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ 128 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്കൂളിനെ നമുക്ക് പരിചയപ്പെടുത്തി. നമ്മുടെ സ്കൂൾ ഏറെ അഭിമാനം തോന്നി ഇവിടെ അത് കേട്ടപ്പോൾ. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ആ എത്ര വർഷം പഴക്കമുണ്ട് ഈ സ്കൂളിന്, അത്രയും പുസ്തകങ്ങൾ ശ്രവ്യ രൂപത്തിലേക്ക് ആക്കാനുള്ള ശ്രമം കൂടി ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ നമുക്കതാണ് പറയാനുള്ളത്. ഇവിടെ ഒരുപാട് വായനാ കൂട്ടായ്മകളുണ്ട്. ഈ വായനാ കൂട്ടായ്മകളൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടും 0.5%, സോറി 0.5%, അതായത് 0.05, 0.5% പുസ്തകങ്ങൾ പോലും നമ്മൾ മൊത്തം കാഴ്ച പരിമിതത്തിൽ ലഭ്യമാക്കിയിട്ടില്ല. സുഭാഷ് ചന്ദ്രൻ സാറിൻ്റെ സമുദ്രശിലകൾ, അതുപോലെ മനുഷ്യനാമുഖം, വിഹിതം, തൽപ്പം, പണ്ടൊരു മാർത്താണ്ഡവർമ്മ ഉൾപ്പെടെ 9 കൃതികൾ മാത്രമാണ് നമുക്കിതുവരെയായിട്ട് കാഴ്ച പരിമിതത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഈ സമുദ്രശിലകൾ കഴിഞ്ഞ അവധികാല അധ്യാപക പരിശീലനത്തിൽ ഞാനൊരു പുസ്തക പരിചയത്തിൻ്റെ സെഷനിൽ പരിചയപ്പെടുത്തുകയുണ്ട്. സന്ദർഭികൾ ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ ആ പുസ്തകം കാഴ്ച പരിമിതർക്ക് വായിച്ച ഒരു സ്വപ്ന ടീച്ചറുണ്ട്, ഒരു സ്വപ്നാറാണ് ടീച്ചർ. ഇന്ന് വരെ ആ ടീച്ചറെ ഞങ്ങളാരും നേരിൽ കണ്ടിട്ട് പോലുമില്ല. ആ ടീച്ചറെ പലപ്പോഴും കാണാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചെങ്കിലും ഇതുവരെ സാധ്യമായിട്ട് എവിടെയാണെന്ന് പോലും കൃത്യമായി അറിയാത്ത ടീച്ചറാണ് വിജ്ഞാനദീപം കൂട്ടായ്മയ്ക്ക് വേണ്ടി
വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകം വായിച്ചത്. ആ ടീച്ചർ അതിന് മുമ്പോ ശേഷമോ പിന്നീട് ഒറ്റ പുസ്തകം വായിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിജ്ഞാനിക കൂട്ടായ്മയിലുള്ള ഞങ്ങളൊക്കെ ഒരു പക്ഷേ നാളെ ചരിത്രത്തിൻ്റെ ഭാഗമാകും. നമ്മളെല്ലാവരും ഈ ഭൂമിയുടെ മണ്ണിലേക്ക് ലയിച്ച് ചേരുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമാവുമല്ലോ. അന്ന് ഒരു പക്ഷേ ഈ കൂട്ടായ്മ ഉണ്ടാവും, വിജ്ഞാനിക കൂട്ടായ്മക്ക് മറ്റാരെങ്കിലൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നിലുണ്ടാവും. പക്ഷേ ഇന്ന് അതിനു വേണ്ടി ശബ്ദം ദാനം ചെയ്ത ആളുകൾ എന്നും കാഴ്ച പരിമിതി ലോകാവസാനം വരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് പുസ്തകങ്ങളും മറ്റു പത്രങ്ങളും ഒക്കെ വായിച്ച് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ടാകും. ഇന്ന് വായിച്ചിട്ടുള്ള സമദേശിയിൽ അന്നും ആ ആളുകൾ കേൾക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നാരായണ ടീച്ചറുടെ ശബ്ദത്തിൽ തന്നെയായിരിക്കും. അപ്പം ശബ്ദദാനം ഒരു മഹാദാനം എന്ന അതിമഹത്തായ ഒരു ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ള നമ്മളെ സഹായിക്കാൻ ഇവിടെ AU മേഡം ഉണ്ട്, അതുപോലെ BRC രാജേഷ് സാറുണ്ട്. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ കൂടുതൽ അതിലേക്ക് ആളുകളെ വോളണ്ടിയേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. നോക്കൂ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഉൾച്ചേരൽ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു തലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ വിജ്ഞാനികത്തിൻ്റെ കുട്ടികളുണ്ട്, മഷിവട്ടത്തിൻ്റെ മക്കളുണ്ട്. ഈ മഷിവട്ടത്തിൻ്റെ മക്കളുടെ പ്രത്യേകത എന്താണ്? അടുത്തു നിൽക്കുന്ന തൻ്റെ സഹോദരൻ്റെ പ്രയാസങ്ങളെ കാണാൻ കണ്ണ് തുറന്നു പിടിച്ച കുട്ടികളാണ്. കണ്ണു വേണം, ഇരുപുറം എപ്പോഴും കണ്ണു വേണം, മുകളിൽ താഴെ എന്ന കടമനിട്ട പറഞ്ഞിട്ടുള്ള ആ കണ്ണുകൾ. അടുത്തു നിൽക്കുന്ന അനുജന് നോക്കാൻ കണ്ണുകളില്ലാത്തവർക്ക് ഈശ്വരൻ അരൂപനും അദൃശ്യനുമാണെന്ന് ഉള്ളൂർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മക്കൾ. എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും ഇന്നിവിടെ മഷിപത്രത്തിലിരിക്കുന്ന കുട്ടികളെപ്പോലുള്ള കുട്ടികളാണ്. കാഴ്ചയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പോൾ ഇത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കളെ ചേർത്ത് പിടിക്കാൻ ശേഷിയുള്ള മക്കളെ വളർത്തിയെടുക്കാൻ പുണ്യത്തിന് അതിന് നേതൃത്വം നൽകാൻ ഈ BRCക്കും മങ്കോമ്പ് വിദ്യാഭ്യാസ പ്രവർത്തകർക്കൊക്കെ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ്. വിജ്ഞാനീയത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കാൻ ഒരവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു മങ്കോമ്പ് BRCയും ഈ നമ്മുടെ സ്കൂളും ഒക്കെ തീർച്ചയായിട്ടും വിജ്ഞാനികം കുടുംബത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മ കാഴ്ച പരിമിതർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മ അതിൻ്റെ എല്ലാമായി ഒരു വടവൃക്ഷം പോലെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട രാജ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള പുണ്യം. ഒരു കോവിഡ് കാലത്താണ് രാജ ടീച്ചർ ഞങ്ങൾക്ക് ഒരു നിധി പോലെ വീട് കിട്ടിയത്. ഇപ്പോൾ വേണ്ടതിനും വേണ്ടാത്തതൊക്കെ നേരത്തെ രാജ ടീച്ചർ പറഞ്ഞ പോലെ സന്തോഷമായിട്ടും ഞാനായിട്ടൊക്കെ ടീച്ചർ വിളിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വരും, എന്താ ചെയ്യാം? രാജ ടീച്ചർ സമയം നോക്കിയിട്ട് നമ്മൾ സമയം വാങ്ങാൻ പറയും. നമ്മൾ പറയും, ടീച്ചർ ചെയ്യും. ഈ രീതിയാണ് ഇപ്പം ഇവിടെ നടന്നു വരുന്നത്. 3 കുടുംബങ്ങളെയാണ് രാജ ടീച്ചറുടെ പുണ്യം അല്ലെങ്കിൽ ആ വിജ്ഞാനികത്തിൻ്റെ പുണ്യം മാസം തോറും സംരക്ഷിച്ചു പോകുന്നത്. വിജ്ഞാനികത്തിൽ 3 എഡിറ്റർമാരുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അറിയാലോ, ഒരു ദിവസം 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ആളുകൾ ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കുള്ളൂ. അപ്പോൾ ഒരു പുസ്തകം വായിക്കുക, അപ്പോൾ മനുഷ്യനൊരു ആമുഖം എന്ന വലിയൊരു പുസ്തകം അത് വായിച്ചു തീർക്കാൻ സമയമെടുക്കും. ഇപ്പം ഇപ്പോൾ അടുത്ത അപ്ലോഡ് ചെയ്യപ്പെട്ട മറ്റൊരു പുസ്തകം വഴിച്ചല്ല, ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ ഇതൊക്കെ വായിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. അപ്പം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന ഓരോരുത്തരും ഈ പുസ്തകങ്ങൾ വായിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് അതിനെ വേർഡ് ബൈ വേർഡായിട്ടും സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടും പേജുകൾ നോക്കി വായിക്കാനൊക്കെ കാഴ്ച പരിമിതരെ പ്രാപ്തരാക്കുന്നത് വിജ്ഞാനദീപം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ കൂട്ടായ്മയാണെങ്കിലും അതിന്റെ പിന്നിൽ പണിയെടുക്കുന്ന കാഴ്ചയില്ലാത്ത 3 എഡിറ്റർമാരുണ്ട്. അതിലൊരാളോടെ വന്നിട്ടുണ്ട്, അഞ്ജന. ബാക്കി 2 പേർക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ആ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് എഡിറ്റിങ്ങിന് നമ്മൾ നൽകുന്ന ചെറിയൊരു ഓണറേറിയം അതും നൽകുന്നത് പുണ്യമാണ്. ആ പുണ്യപ്രവർത്തികൾക്ക് അനന്തമില്ല, അറ്റമില്ലാതെ ഒരു അനന്തവിഹായസോളം ഉയരത്തിലേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഓരോ പറ്റി നിന്നുകൊണ്ട് വിജ്ഞാനദീപവും തന്നാലാകുകയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം. എന്തായാലും ഇവിടെ ഇങ്ങനൊരു കൂട്ടായ്മയിൽ ഈ ഒരു ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു മാതൃക സൃഷ്ടിക്കാൻ ഉതകുന്ന ഈ ഒരു കൂട്ടായ്മയിൽ ഭാഗമാക്കാൻ കഴിയുന്ന സന്തോഷം. നമുക്ക് കഴിയെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ വരുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഈ മഷിവട്ടത്തിൻ്റെ മക്കളെയും ഈ വിജ്ഞാനദീപത്തിൻ്റെ കുട്ടികളെയൊക്കെ ചേർത്തുകൊണ്ടൊരു ചെറിയൊരു വിനോദയാത്ര, ഒന്നുമില്ലെങ്കിൽ കുട്ടനാട് കായൽ കാണിച്ചാൽ മതി. അപ്പോൾ ഈ കായൽ എന്ത് കാണുന്നു?
നോക്കൂ, ആ ദൃശ്യങ്ങൾ ശ്രവ്യ രൂപത്തിലേക്ക് പകർത്തിക്കൊണ്ട് ഈ കാഴ്ച പരിമിതരായ മക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കുമ്പോൾ അവരുടെ ആന്തരികമായ ആ കണ്ണുകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവർ അതിലേക്ക് വെളിച്ചമെത്തിക്കാൻ ഈ മക്കൾക്ക് സാധിക്കും. നമുക്ക് ഭാവിയിൽ അത്തരം ഒരു യാത്രയെ കുറിച്ചുകൂടി ചിന്തിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വിജ്ഞാനത്തിന്റെ കൂടെ എൻ്റെ കൂടെ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാഴ്ചപരിമിതരായിട്ടുള്ള സഹോദരങ്ങളുണ്ട്. സാധുജൻ ചേട്ടൻ ഉൾപ്പെടെ സൗഹൃദം എന്നൊരു കൂട്ടായ്മയുടെ ആളുകളുണ്ട്. KFP യൂത്ത് ഫോറത്തിന്റെ ഭാരവാഹികൾ, നിങ്ങൾ ഒരുപാട് കാഴ്ചപരിമിതർ, വിജ്ഞാനത്തിന്റെ വിജ്ഞാന മാധുര്യം നുകരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായിട്ടുള്ള കാഴ്ചപരിമിതരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷെ അവരൊക്കെ കൂടി നിർബന്ധിച്ചുകൊണ്ട് ഞാനിവിടെ നിന്നുവെന്ന് മാത്രം. എന്തായാലും ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.